ഗായ്സ്, ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടെ, വെറുതെ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ എൻ്റെ തലയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഉലുവ അരച്ച് തേച്ചേക്കാണ് മുടി വളരാനായിട്ട്. പിന്നെ എൻ്റെ ചുറ്റും കുറച്ചിങ്ങനെ അലുമ്പായിട്ട് കിടക്കുകയാണ്. കാരണം പെയിൻ്റ് അടിച്ചിട്ട് കുറേ സംഭവങ്ങളിങ്ങനെ കാർഡ്ബോർഡിലാക്കി വെച്ച് അത് ഇനി സോർട്ട് ചെയ്ത് മാറ്റണം. ഞാൻ എൻ്റെ റൂമിലത്തേക്കുള്ളത് സോർട്ട് ചെയ്ത് മാറ്റി. ഇനി ബാക്കിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ക്ലിയറാണ്. പിന്നെ തലയിൽ ഉലുവ, ഉള്ളി, ഇഞ്ചി, പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് പേസ്റ്റാക്കിയിട്ട് മുടിയിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഇതുവരെ തേക്കും. എന്നാൽ മുടി വളരുമെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. വളരട്ടെ. കാരണം ഭയങ്കര മുടി ഒഴിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റൊന്നും എടുക്കാൻ പറയാതെ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് തന്നു. അത് ഞാനൊന്നും കഴിക്കാനില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് വ്ളോഗ് എടുക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല. ശരിക്കും ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് തന്നെ എനിക്കറിഞ്ഞു. കാരണം ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് നിന്നിട്ട് ഇപ്പോൾ ഈ ബ്ലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂട്യൂബിൽ അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവാറില്ല. അപ്പോൾ അതിന് വേറെന്തോ എക്സ്റ്റൻഷൻ എന്തോ ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെ എന്തോ ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ റിപ്പോർട്ടൊക്കെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാതെ യൂട്യൂബ് ചാനലുകൾക്കൊക്കെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യും. കാരണം എനിക്ക് ഈ സജഷൻസ് വരുന്നതേ ഇഷ്ടമില്ല. കാരണം എൻ്റെ സമയം മൊത്തം അതിലങ്ങ് പോകും. പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ തന്നെ യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലൊരു ആവശ്യമില്ലാത്തത് എന്നാലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഇഷ്ടം ഉള്ളതിനെക്കാട്ടും എന്തെങ്കിലും ബെനിഫിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് എനിക്കൊന്ന് നന്നാവണം, ആൻഡ് ആ ഒരു ജേണി എനിക്ക് ഷെയർ ചെയ്യണം. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ നന്നാവണം എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങൾ നന്നാവണം എന്ന് ഞാൻ പറയുക, അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എൻജോയ് ചെയ്താൽ അത് നല്ലതാണ്. അപ്പം ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിങ്ങനെ റിയാലിറ്റി ഒട്ടും തന്നെ മനസ്സിലാക്കാതെ എന്നൊരാളാണ്. അപ്പം ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എന്തോ തന്നെ വീഡിയോ സ്റ്റോപ്പായി. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റോറേജ് തീരാറായിരുന്നു. എടുത്തപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നേന്ന് എടുത്തതാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മണിച്ചി ഉണ്ടായിരുന്നു, അതായത് എൻ്റെ പട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവളെയും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ കിട്ടിയില്ല. ഞാൻ സ്റ്റോറേജിൽ ഡിലീറ്റഡിലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കാം. എഡിറ്റ് ചെയ്യാൻ ഞാൻ വലിയ പ്രോയൊന്നുമില്ല, പക്ഷെ പഠിക്കാനല്ലോ എന്ന് പറയുന്നൊരു സ്കീമാണ് ഞാൻ ഇപ്പം പിടിച്ചതാണ്. ഇപ്പോൾ ഒരുപാട് സംഭവം ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. പക്ഷെ ക്ലാസ്സിനൊന്നും പോകണില്ല. ഇപ്പോൾ ഇത്രയും നാൾ ഭയങ്കര തിരക്കായിരുന്നു. എനിക്കിഷ്ടമുള്ളതൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ പഠിക്കാനുള്ളൊരു പ്രോപ്പറായിട്ടുള്ള സമയമില്ല എന്ന് തന്നെ പറയാം. ഞാനിങ്ങനെ സൗണ്ട് ശ്രദ്ധിച്ചത് ഇവിടെ അച്ഛനങ്ങനെ വന്നതാണ്. ഇവിടെ ആരും ഇല്ല. അതൊരു റീസണാണ് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഇടുക. കാരണം എനിക്കൊരു ചമ്മൽ എവിടെ നിന്നുണ്ടായെന്ന് വെച്ചാൽ ഇത് ചെയ്യണ ശരിയാണോ എന്നുള്ളൊരു സംഭവത്തിൽ നിന്നാണ്. പിന്നെ ബൈ ദ വേ ഇതെൻ്റെ പുതിയ നെയിൽ പോളിഷാണ്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിക്കാൻ. ഇറ്റ് സീംസ് ലൈക്ക് ബ്ലാക്ക് ബട്ട് ഇറ്റ്സ് ആക്ച്വലി ബ്രൗൺ. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ നെയിൽ പോളിഷ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഉറക്കം, ആ ഒരു റുട്ടീൻ ശരിയാക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വീട്ടിലാണ് രാവിലെ എഴുതിച്ച് പ്രത്യേകിച്ച് ഒരിടത്തും പോകാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പോവേണ്ടതില്ല എന്നായപ്പോഴത്തേക്ക് രാത്രി കിടക്കുന്ന 1 മണിക്കോ 2 മണിക്കൊക്കെയാണ്. അപ്പോൾ ഈ 2 മണിക്കൊക്കെ കിടന്നാൽ എന്തായാലും രാവിലെ 6 മണിക്കൊന്നും കഴിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതൊരു 9:30 വരെയൊക്കെ നീണ്ടുപോകും. ചില ദിവസം ഇതൊരു 10:30 വരെയും നീണ്ടു പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു
8:30 ആകുമ്പോഴത്തേക്കൊന്ന് ഉണരും, ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കും, വയ്ക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ഒരു മയക്കത്തിലങ്ങ് കിടപ്പാണ്. എന്തോ ചെറുതായിട്ട് സ്വപ്നം കാണുന്നുണ്ട്, ഉറക്കമില്ല ശരിക്കും, ഭയങ്കരമായിട്ട് ഉറക്കമില്ല. പക്ഷെ ഇന്ന് മയങ്ങി അങ്ങനെ കിടക്കും. ആരെങ്കിലും വിളിച്ചാൽ അത് അറിയാനൊക്കെ പറ്റും. പക്ഷേ എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒന്നും ചെയ്യാനൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു തോട്ടിൽ അങ്ങ് കിടന്ന് അത് ശീലമായി പോകുന്നു. കാരണം നമ്മളുടെ ബോഡിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. രാവിലെ എഴുതിയിട്ട് നീ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാലേ അത് രാവിലെ എഴുതിയിട്ട് ഇത് ചെയ്യുള്ളൂ. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനില്ലെങ്കിൽ അതെന്തോ ചെയ്യണം, അത് കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഇന്നലെ ആയപ്പോഴത്തേക്ക് അത് മാറ്റിയെടുത്താലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, 12 മണിയൊക്കെ കഴിഞ്ഞ് എന്തായാലും കിടന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്ത് 12 മണിയോ 1 മണിയോ 2 മണിയോ എത്ര മണിക്ക് കിടന്നാലും ഞാൻ അലാറം വയ്ക്കാൻ പോവുകയാണ്. 6:50 എന്തോ ആയിരുന്നു വയ്ക്കാൻ, അതാ 6:30. അപ്പം ഞാൻ ആ ഒരു സമയത്ത് എഴുതിക്കും. ഇനിയിപ്പോൾ എത്ര മണിക്ക് കിടന്നാലും, ഇനി 3 മണിക്ക് കിടന്നാലും 12 മണിക്ക് കിടന്നാലും 10 മണിക്ക് കിടന്നാലും ആ ഒരു സമയത്ത് എഴുതിക്കാമെന്ന് വിചാരിച്ച് എഴുതിച്ചിട്ട് കുറച്ച് സംഭവം ചെയ്യാം. പക്ഷേ എഴുതിച്ചിട്ട് ഇത് സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത് കുറച്ച് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നായിരുന്നു, അത് നടന്നില്ല. പിന്നെ ഇവിടെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ പുറത്ത് പോയിരിക്കുകയാണ്, അമ്മൂമ്മ താഴെയുണ്ട്. മണിച്ചി ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്യണ സംഭവങ്ങൾ ആദ്യം, കാരണം ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരാളാണ്. ഇഷ്ടമില്ലാത്ത സംഭവങ്ങളാണ് ഞാൻ കുറേ കാലം പഠിച്ചത്. ഇപ്പം B.Ed ആയാലും ഞാൻ ഭയങ്കര താല്പര്യപ്പെട്ട് പോയി പഠിച്ചതാണ്. ഞാൻ B.Ed ഗ്രാജുവേറ്റാണ്. അപ്പോൾ ഞാൻ ഭയങ്കര താല്പര്യപ്പെട്ടതെന്നല്ല, അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവം പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെത്താൻ എന്താന്ന് പറയുന്ന ഒരു സംഭവം വരും. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ആകെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് ഒരു എക്സാമിൻ്റെ ടൈം, അപ്പോഴും മാത്രമേ പഠിക്കൂ. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഒരു 2 ദിവസം മുമ്പ് പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ അങ്ങ് പഠിച്ച് മനസ്സിലാക്കി എടുക്കാമായിരുന്നല്ലോ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ഒരു സംഭവം റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പം അത് ഈ മന്ത് കംപ്ലീറ്റ് ചെയ്യണം, അതായത് ജൂൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. അപ്പം അതിൽ കുറച്ച് ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സംഭവങ്ങൾ പഠിക്കുക എന്നുള്ളത്, പിന്നെ ഓരോ എക്സാംസിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്, SSCയുടെ CGLൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഇന്നലെ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് CGLൻ്റെ ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തോ ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, ഫേസ് റെക്കഗ്നിഷൻ, അങ്ങനെ എന്തോ കുറച്ച് പ്രൊസീജിയറുണ്ട്. അതും ചെറുതായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാണ് ചെയ്യണത് എന്ന് പറയുന്ന ഒരു ആവശ്യമുള്ള മാത്രം ചെയ്താൽ പോരെ. CGL ശരിക്കും പോകാൻ താല്പര്യമുണ്ടോ, അതാണോ ചെയ്യേണ്ടത്, അങ്ങനെ ഭയങ്കര തോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു, ഈ ഡോക്ടർ ആവാൻ പഠിക്കുന്ന ആൾക്കാർ അവർ MBBS കഴിഞ്ഞിട്ട് അവർ LD ക്ലർക്ക് ആവാനുള്ള എക്സാമിൻ്റെ നോക്കി രജിസ്റ്റർ ചെയ്ത് അത് ചെയ്യുമോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇവിടുത്തെ ഇപ്പം ഞാനൊരു നോർമൽ ഡിഗ്രി സംഭവം ആ ഒരു ഇതെന്ന് വന്നാൽ, പക്ഷേ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ എങ്കിലും വീട്ടിലൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള നിർബന്ധമാണ്, വരുന്ന എക്സാമിനൊക്കെ നേരത്തെ പിടിച്ചെറിയണം, അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ചിലപ്പോൾ സെറ്റായാലോ എന്ന് പറയുന്നത്. പക്ഷേ ആ ഡോക്ടറാവുന്ന ഒരാളിൻ്റെ അടുത്ത് LD ക്ലർക്ക് ആവാൻ നിർബന്ധിക്കൂലെങ്കിൽ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഇത്രയും കാലമായിട്ടൊരു PSC എഴുതിയിട്ടില്ല. പിന്നെ SSCയിൽ എത്രയോ 36,000 സംതിങ് വേക്കൻസി ഉണ്ടെന്നും ഇവിടെ കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് എറിഞ്ഞിട്ടേക്കാം. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മേഖലയിൽ ജോലി കിട്ടണം, എനിക്ക് അത്യാവശ്യം ടൈം എടുക്കും. ഇപ്പം ഡോക്ടർ ആണെങ്കിൽ ആയിക്കഴിഞ്ഞിട്ട് പുറത്ത് പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ ചെയ്യാം. അപ്പം ഞാനൊരു അത്രയും നാൾ പിടിച്ച് നിൽക്കാനെങ്കിലും ഒരു ജോലി എന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് റൂം ലൈഫെന്ന്. പക്ഷെ അത്രയ്ക്ക് എന്താ പറയാൻ, അത്രയ്ക്കൊരു സ്ട്രെസ്ഡല്ല. ഇനി നാളെ എന്താകും എന്ന് പറയുന്നതിൽ ഭയങ്കരമായിട്ടൊരു ബോധാടാണ്, പക്ഷെ ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കാറില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ ഈ കംഫർട്ട് സോണിൽ ഇങ്ങനെ കിടന്ന് ഇഴയണമെന്നൊന്നും എനിക്കാണെങ്കിൽ പറയാം. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളുടെ സമയം നശിപ്പിക്കാനുള്ള ഉലുവയുടെ ഇത് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എനിക്കൊരു സജഷനുണ്ട്. 2x സ്പീഡിൽ വേണമെങ്കിൽ കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാനത് പറയേണ്ട കാര്യമില്ല.
പക്ഷേ നിങ്ങൾ ഓരോ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കണം, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും എൻജോയ്മെൻറ്റ് തരണമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ബെനിഫിറ്റിംഗ് ആണോ, അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ള കാര്യമാണോ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റാനുള്ള, ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ലെസ് ആയിട്ട് തോന്നുന്നെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ വല്ല റിപ്പോർട്ട് വല്ലതും അടിച്ചു വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. വല്ല സെക്ഷൽ ഹറാസ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള റിപ്പോർട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ടെററിസോ എനിക്ക് എന്തെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്കൊരു ശല്യമായിട്ട് വരരുത് എന്ന് പറയുന്ന സംഭവം. കാരണം ഞാനിത് സെയിം സംഭവം ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ നോക്കണം. ഞാനിപ്പോൾ ഒരു ബഡ്ഡിങ് പ്രൊഡക്റ്റീവ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം അത്ര പ്രൊഡക്റ്റീവ് ഒന്നും അല്ലായിരുന്നു, കുറേ സമയം വേസ്റ്റായി. പക്ഷേ സംഭവം എൻ്റെ ഓരോ സമയം ഞാൻ ഒക്കുപൈഡ് ആക്കിയിരുന്നത് ഒരു ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നൊന്നും, അത് പ്രത്യേകിച്ച് ഭയങ്കര ബെനിഫിറ്റൊന്നുമില്ല. പരമാവധി ഓരോ സ്കിൽസ് അക്വയർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഡിഗ്രി വേണം, ഒരു പേപ്പറിൽ വേണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അടുത്ത PGക്ക് പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് B.Ed ആണ് പോയത്, എനിക്ക് ഓർമ്മയില്ല. ഇപ്പം അതിൽ പഠിച്ച കാര്യങ്ങൾ എന്തിലെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് പോവുകയാണ്. എന്താണെന്തോ എനിക്ക് അറിഞ്ഞൂടല്ലോ, എനിക്കതുണ്ട് ഇതുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ സമയം കണ്ടുപിടിച്ചിരുന്ന് ഓരോന്നായിട്ടിരുന്ന് പഠിക്കണം. പക്ഷേ ഇപ്പം എനിക്കതിനെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ്. അന്ന് ഞാൻ വിഷമിച്ചൊക്കെ പോയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം ഞാൻ ടൈം പ്രോപ്പറായിട്ട് അലോട്ട് ചെയ്തിട്ടുന്ന് അത് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറയാം. ബോറിംഗ് ആയിരിക്കും, സാരമില്ല, ഇതിവിടെ കിടക്കട്ടെ.